നമസ്കാരം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ അവിടെ ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന IT സ്ഥാപനത്തിൽ നടന്ന കോർപ്പറേറ്റ് ജിഹാദുകളെ പറ്റിയുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ അത് വളരെ തന്ത്രപൂർവ്വം തന്നെ മറച്ചു വെക്കുകയാണ്. പക്ഷേ അവർക്ക് ഈ വാർത്ത വലിയ താമസമില്ലാതെ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയ എന്നത് അവരുടെ നിയന്ത്രണത്തിനും അപ്പുറമാണ്. സോഷ്യൽ മീഡിയ വഴി ഈ വാർത്ത വളരെ വേഗം തന്നെ എല്ലാവരും അറിയുമ്പോൾ തങ്ങൾ പിന്നിലായി പോകും എന്ന ബോധ്യമുള്ളതിനാൽ അവർക്കിത് വലിയ താമസമില്ലാതെ തന്നെ എല്ലാ രീതിയിലും വിവരിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല. മുൻപും അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നും സോഷ്യൽ മീഡിയ തന്നെ അവരെ കൊണ്ട് ആ വാർത്ത കൊടുക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുമെന്നത് എത്രയോ വർഷമായിട്ട് എന്നെപ്പോലെയുള്ള പലരും മുൻപേ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്നതുപോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊട്ടും ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വാർത്ത ചെയ്തപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ പലരും കമൻ്റ് ഇട്ടിരുന്നു ഇങ്ങനൊരു സംഗതി അറിഞ്ഞുകൂടെയെന്ന്. പക്ഷേ എനിക്കതിനകത്ത് ഒരു അത്ഭുതവും തോന്നുന്നില്ല. ഞാൻ കറ നല്ലതാണ് എന്ന ഒരു ചിന്താഗതിക്കാരനാണ്. ഇത്തരം ചതിയിലൂടെ ജിഹാദികൾ അമുസ്ലിങ്ങളായിട്ടുള്ള അതിൽ ഹിന്ദുവോ അല്ലെങ്കിൽ സിഖോ ക്രിസ്ത്യാനി പെൺകുട്ടികളൊക്കെ ആയിരിക്കാം ഒരുപക്ഷേ ഈ കെണിയിൽ അകപ്പെടുന്നത്. അവരൊരു 5-6 പേര് കെണിയിൽ പെട്ടാലും ആ ഒരു വാർത്ത അറിയുമ്പോൾ മറ്റ് 100-200 പെൺകുട്ടികൾ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടും എന്നതുകൊണ്ടാണ് കറ നല്ലതാണ് എന്ന് ഞാൻ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവേണ്ടത് തന്നെയാണ്. എങ്കിലേ ബാക്കിയുള്ളവർക്ക് അതൊരു മുന്നറിയിപ്പാവും. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി ഈ സ്ഥാപനത്തിലെ HR മാനേജരായിരുന്നു. നിദാ ഖാൻ എന്നാണ് ഇവരുടെ പേര്. ഇവർ HR മാനേജരായിരുന്നു. ഇവരാണ് ഈ കഥയിലെ പെൺ ചിലന്തി. തീർച്ചയായിട്ടും ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വലവീശി പിടിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിന് വശപ്പെടുത്താൻ തീർച്ചയായിട്ടും ഈ പെൺ ചിലന്തിമാരുടെ സാന്നിധ്യവും അവരുടെ സഹായവും ഏതൊരു കേസിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ലാതെ ഇവരിലേക്ക് എത്തപ്പെടുക അസാധ്യമാണ്. എല്ലാ കേസിലും, അതായത് ലവ് ജിഹാദാവട്ടെ, നാർക്കോട്ടിക് ജിഹാദാവട്ടെ, കോർപ്പറേറ്റ് ജിഹാദാവട്ടെ, ഇതുപോലുള്ള എല്ലാ കേസിലും ഇതുപോലുള്ള ഒന്നിലധികമോ പെൺ ചിലന്തികൾ ഉണ്ടായിരിക്കും. ഇവിടെ നടന്ന സംഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിൽ അത്യാവശ്യം പ്രാരാബ്ധമൊക്കെയുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഹിന്ദു കുടുംബങ്ങളിലെ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത പെൺകുട്ടികളെ തന്നെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ജോലിക്കെടുക്കുകയായിരുന്നു ചെയ്തത്. അവർക്ക് അഥവാ ഇവിടെ എന്തെങ്കിലും ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നാൽ കൂടിയും മറ്റു മാർഗ്ഗമില്ലാതെ അവിടെ തന്നെ ജോലിക്ക് തുടർന്നേക്കും എന്ന് അവർക്ക് തോന്നലുണ്ടാകുന്ന പെൺകുട്ടികളെയാണ് അവരവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. അവരെ ഇവർ ഏത് ടീമിലേക്കാണ് വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം യുവാക്കൾ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന, അതായത് ടീം ലീഡറായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പിലേക്ക് ഇവരെ റിക്രൂട്ട് ചെയ്യുകയാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് ശമ്പള വർധനമൊക്കെ അവർ ഇടയ്ക്ക് പ്രലോഭനമായിട്ട് കൊടുക്കും. പക്ഷേ അതിന് ചില ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നിസ്കാരം പോലുള്ള സംഗതികളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ അവരുടെ കൂടെ ഔട്ടിങ്ങൊക്കെ പോവേണ്ടതായിട്ട് വരും. അങ്ങനെ കുറച്ച് ആയി കഴിയുമ്പോൾ അവർ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഇവരെ ട്രാപ്പിലാക്കും. ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഇവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കും, പീഡിപ്പിക്കും. അതിനുശേഷം പിന്നീട് അവരുടെ വരുതിയിലാക്കിയാണ്. അക്കൂട്ടത്തിൽ ഈ ലിഫ്റ്റിക്ക് ഇടുന്ന സ്ത്രീകളാണെങ്കിൽ ലിഫ്റ്റിക്ക് ഇടാൻ ഇനി പിന്നീട് സമ്മതിക്കില്ല. ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സഹവാസവും സൗഹൃദമൊക്കെ ഇവർ അവസാനിപ്പിക്കും. അങ്ങനെ പതുക്കെ അവരുടെ വഴിക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവന്നതിന് ശേഷം മതം മാറ്റുന്ന പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ നിരന്തരം നടന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി അവിടുന്ന് ഒരു പെൺകുട്ടി പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തതിനെ തുടർന്നാണ് അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസുകാർ ഈ സംഭവം ഒറ്റപ്പെട്ടൊരു സംഭവമല്ലെന്നും ഇത് അതീവ ഗൗരവമാണ് എന്ന് മനസ്സിലായതിനു ശേഷം ഇപ്പോൾ അവിടെ SIT എന്നൊരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ അവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ കേസ് വളരെ ഗൗരവമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി തന്നെ ഇത് ഗൗരവമായിട്ട് കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗം തന്നെയായിരിക്കും. കാരണം കുറച്ച് തീവ്രവാദ ചിന്താഗതിയുള്ളവർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത്, പാർശ്വവൽക്കരിക്കപ്പെടാൻ പോകുന്നത് ഒക്കെ ഈ ഒരു വലിയ കൂട്ടരായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ എന്നു മുതലാണ് ഈ മുഖം മൂടുന്ന പർദ അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചു തുടങ്ങിയത്? അതിനു മുമ്പ് അവർ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ തട്ടം മാത്രമേ കാണൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളെയും പോലെ തന്നെയായിരുന്നു അവരുടെ ബാക്കിയുള്ള സാദൃശ്യങ്ങളെല്ലാം. ഒരു തട്ടം അവരിടുമായിരുന്നു. പക്ഷേ ഈ തട്ടം പതുക്കെ അതിന് നീളം കൂടുന്നു, പിന്നീട് അത് മുഴുവൻ മൂടുന്ന പരുവത്തിലാവുന്നു, കറുപ്പ് നിറവാകുന്നു. അവസാനം വന്ന് ഇപ്പോൾ കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക രൂപത്തിൽ ആവാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സിമി എന്ന സംഘടന വന്ന സമയം, NDF എന്ന സംഘടന ആയ സമയം, PFI എന്ന സംഘടന, പിന്നീട് ഏറ്റവും ഒടുവിൽ SDP എന്ന സംഘടന, ഇതൊക്കെ എപ്പോൾ ആരംഭിച്ചോ അപ്പോൾ മുതലാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. ഇത്തരം സംഘടനകളെ ജാഗ്രതയോടെ കാണുകയും അകറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ആ സമൂഹം തന്നെയായിരുന്നു. പക്ഷേ വോട്ടിന് വേണ്ടി കാലാകാലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അക്കൂട്ടത്തിൽ മുസ്ലിം ലീഗും അടക്കമുള്ളവർ ഇവരെ പ്രീണിപ്പിച്ച് ഇന്നിപ്പോൾ ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റാത്ത പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു. ഒരുപക്ഷേ കേരളം കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയേക്കും. പക്ഷേ കേരളത്തിന് പുറത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഒരിക്കലും ഇതുപോലുള്ള വലിയ കമ്പനികളിൽ അവിടെ താക്കോൽ സ്ഥാനത്ത് ഒരു മുസ്ലിം നാമധാരിയെ വെക്കാൻ അവർ റിസ്ക് എടുക്കില്ല.
അത് ഏത് കമ്പനിയാണെങ്കിലും ശരി. കാരണം ഇപ്പോൾ തന്നെ നോക്കൂ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ല ഗുഡ്വില്ലുള്ള ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന TCS എന്ന സ്ഥാപനത്തിൽ പോലീസ് കയറി അവിടെ പോലീസ് കേസായിരിക്കുന്നു. 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സ്ത്രീ ഉൾപ്പെടെ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ അവർക്ക് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യേണ്ട വന്നിരിക്കുന്നു. അപ്പോൾ ആ കമ്പനിയുടെ ഗുഡ്വിൽ തന്നെയാണ് ആദ്യം പോകുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് തങ്ങളുടെ കമ്പനി പോവാതിരിക്കാനുള്ള മുൻകരുതലുകൾ മറ്റ് കമ്പനികളുമൊക്കെ സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ ഭാവിയിൽ മുസ്ലിം നാമധാരികളെ ഒരുപക്ഷെ ജോലിക്കെടുക്കുമായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു ടീമിൻ്റെ ലീഡറൊക്കെ ആക്കി വെക്കാൻ ഇനി ആരും ഒരു 16 വട്ടമെങ്കിലും ആലോചിക്കും. ആർക്കാണ് ആത്യന്തികമായി ഇതുകൊണ്ടുള്ള നഷ്ടം എന്ന് ആലോചിക്കുക. ഇനി എത്രയൊക്കെ കടന്ന് ഇസ്ലാമോഫോബിയ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഇരവാദം മുഴക്കിയാലും ജനവും ലോകവും തന്നെ അത് ശ്രദ്ധിക്കാതാവും. കാരണം ഇത് കുറേ കണ്ടും കേട്ട് കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഇരവാദമൊന്നും ചിലവാകാതെ വരും. ഇവർ ഒന്നിനൊന്നിന് പാർശ്വവൽക്കരിക്കപ്പെടും, അരികുവൽക്കരിക്കപ്പെടും. അതുതന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ കുറച്ചു കാലം കൂടി ഇങ്ങനെ തട്ടിമുട്ടിപ്പോവും. ഒടുവിൽ ഇവിടെയുള്ള ഭൂരിപക്ഷത്തിനും യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ഇവിടെയും അവർ പാർശ്വവൽക്കരിക്കപ്പെടും. അതിന് കാരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ്, അവർ മാത്രമാണ് അതിൻ്റെ കാരണം. ഇത്തരം മത തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ വളർന്നു വരുമ്പോൾ തന്നെ മുളയിലേ നുള്ളേണ്ട ആ സ്വന്തം കൂട്ടർ തന്നെ അത് ചെയ്യാൻ മടിച്ചതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം എത്തി ഈ ഒരു ഭയാനകമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്.